ഇന്ന് വിന്റർ ലീവൊക്കെ കഴിഞ്ഞ് ക്ലാസ് തുറന്ന് കുറച്ച് നേരം മാത്രം പഠിപ്പിച്ചിട്ട് അടുത്തൊരു അമ്പലത്തിൽ കൊണ്ടുപോയി. നടന്നു പോകാനുള്ള ദൂരം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ താമസിക്കുന്നത് ഇതിൻ്റെ അടുത്തായതുകൊണ്ട് ഇതിനു മുൻപും ഞാൻ ഇവിടെ വന്നിട്ടുണ്ട്. ക്ലാസ്സിൽ വെച്ച് തന്നെ ഇവിടെ വന്നിട്ട് എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് ടീച്ചേഴ്സ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. കുറേ ആളുകളായിട്ട് വെയിറ്റ് ചെയ്തിട്ട് അവരുടെ ചാൻസ് വരുമ്പോൾ അവർ പോയി ബോ ചെയ്ത് എന്നിട്ട് സൈഡിലൂടെയാണ് ഉള്ളിലോട്ട് കയറി പോകുന്നത്. നേരെ നടന്നു പോകാൻ പാത്വേ ഉണ്ടെങ്കിലും അതിലൂടെ നടന്നു പോകാനായിട്ട് പാടില്ല. സൈഡിലൂടെയാണ് ഉള്ളിലോട്ട് കയറേണ്ടത്. നേരെ കയറി ചെല്ലുന്ന വഴിക്ക് തന്നെ അമ്പലത്തിൻ്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഷ്രൈൻ്റെ പേര് മിയസാക്കി ഹച്ചിമാങ്കു എന്നാണ്. പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ നമ്മൾ കൈകൾ കഴുകണം. അതിനൊരു രീതിയുണ്ട്. ആ രീതിയാണ് ഇപ്പോൾ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കൈകൾ കഴുകുന്ന കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ശുദ്ധി വരുത്തുക എന്നതാണ്. പ്രാർത്ഥിക്കുന്നതിന് മുമ്പായിട്ട് കൈയെല്ലാം കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ശുദ്ധിയായി എന്നാണ് ഇവരുടെ ഒരു വിശ്വാസം. കപ്പ് വലത് കയ്യിലെടുത്തിട്ട് ഇടത് കൈ കഴുകിയിട്ട് എന്നിട്ട് ഇടത് കൈയിൽ പിടിച്ച് വലത് കൈ കഴുകി വീണ്ടും വലത് കൈയിൽ പിടിച്ച് ഇടത് കൈയിൽ വെള്ളമെടുത്ത് വായ കഴുകിയിട്ട് വീണ്ടും ഇടത് കൈ കഴുകിയിട്ട് കപ്പ് അടുത്ത ആൾക്ക് വേണ്ടിയിട്ട് കമിഴ്ത്തി വെക്കണം. ഇതിനു ശേഷം അമ്പലത്തിൻ്റെ ഉള്ളിൽ കയറി പ്രാർത്ഥിക്കാനുള്ള ക്യൂയിൽ നിൽക്കുവാണ്. 1 yen മുതലുള്ള ചില്ലറയാണ് ഇവിടെ ഇടാറുള്ളത്. നോട്ട് ഇടാറില്ല. 5 yen ചില്ലറ നടുക്ക് ഓട്ടയുള്ളതാണ്. കൂടുതൽ പേര് ആ ചില്ലറ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് അതാണ് ഇടാറുള്ളത്. ഇതിനു മുമ്പും പല ജിൻജയിൽ അഥവാ ഷ്രൈനിൽ പോയിട്ടുണ്ട്. ഗക്കോ അഥവാ സ്കൂളിൽ നിന്നും അല്ലാണ്ട് ഫ്രണ്ട്സൊക്കെ ആയിട്ടും നിറയെ ജിൻജയിൽ പോകാറുണ്ട്. ഓരോ ആളുകൾ ചെയ്തിട്ട് പോകുന്നത് നോക്കി അതുപോലെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് പേര്. പ്രാർത്ഥിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം പൈസ ഇടണം. എന്നിട്ട് അവിടെ മണിയുണ്ട്, അതടിച്ചിട്ട് 2 തവണ ബോ ചെയ്യണം. 2 തവണ ബോ ചെയ്തതിന് ശേഷം 2 തവണ കൈകൊട്ടണം. എന്നിട്ട് നമ്മുടെ വിഷ് പറഞ്ഞ് പ്രാർത്ഥിക്കണം. എന്നിട്ട് വീണ്ടും ബോ ചെയ്യണം. അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ കടകളുണ്ടാവും. അവിടെ നമുക്ക് വിഷസ് എഴുതിയ കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് ഇതുപോലെ തൂക്കിയിടാൻ പറ്റും. ചിലതൊക്കെ ഡയറക്റ്റ് മെസ്സേജസ് ഉള്ളതാണ്. ഒമിക്കുജിയും ഇതുപോലെ തൂക്കിയിടാൻ പറ്റും. ഒമിക്കുജി എന്നത് ഭാഗ്യഫലം അറിയുന്ന കുറിപ്പുകളാണ്. അത് നല്ല ഫലമുള്ളതുണ്ടാവും, ഇടത്തരം ഭാഗ്യമുള്ളതുണ്ടാവും, വളരെ മോശം ഫലമുള്ളതും ഉണ്ടാവും. അതിലുണ്ടാവുന്ന എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രണയം, ജോലി, പഠനം, ആരോഗ്യം, യാത്ര, പണം, ആഗ്രഹങ്ങൾ എന്നിങ്ങനെയാണ്. ദുർഭാഗ്യമെന്ന് വന്നിട്ടുള്ള കുറിപ്പുകൾ ആരും വീട്ടിൽ കൊണ്ടുപോകാറില്ല. അവ ക്ഷേത്രങ്ങളിൽ തന്നെ കെട്ടിവെക്കാറാണ് പതിവ്. ഇത് സേക്രഡ് ബേണിംഗ് സെറിമണി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ എന്തൊക്കെയാണ് വെക്കേണ്ടത്, എന്തൊക്കെയാണ് വെക്കേണ്ടാത്തത് എന്നൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഒത്താക്കിയാകെ എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം കിട്ടിയതൊക്കെ കത്തിച്ച് കളയുന്ന ഒരു ചടങ്ങാണ്. ഒരു വർഷം നമ്മെ സംരക്ഷിച്ചതിനും സഹായിച്ചതിനും നന്ദി പറഞ്ഞ് ഈ വസ്തുക്കൾ തീയിൽ സമർപ്പിക്കും. തീ എന്നത് ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമായിട്ടാണ് കാണുന്നത്. പഴയ വസ്തുക്കൾ വിട്ട് പുതിയ അനുഗ്രഹത്തോടെ പുതിയ വർഷം തുടങ്ങുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജപ്പാനിൽ ചൈനീസ് സോഡിയാക് രീതിയിലാണ് ന്യൂ ഇയർ ആഘോഷിക്കുന്നത്. ഓരോ വർഷവും ഓരോ ജീവികളോ അല്ലെങ്കിൽ മൃഗങ്ങളോ വെച്ചിട്ടായിരിക്കും ആ വർഷത്തെ ഇത് അവർ പറയുന്നത്. അതായത് ഇപ്പോൾ 2023 മുയലായിരുന്നു. മുയലിൻ്റെ ഇതെന്ന് പറയുമ്പോൾ ആ വർഷം ഒരു പീസ്ഫുൾ എന്ന രീതിയിലാണ് അവർ കരുതുന്നത്. 2024 വന്നപ്പോൾ ഡ്രാഗൺ ആയിരുന്നു. ഡ്രാഗൺ കൊണ്ട് ഉദ്ദേശിക്കുന്നത് സ്ട്രെങ്ത്, പവർ എന്നിങ്ങനെയാണ്. 2025 ആയപ്പോൾ സ്നേക്കാണ്. സ്നേക്ക് കൊണ്ട് ഇവർ ഉദ്ദേശിക്കുന്നത് ഇൻ്റലിജൻസ് ആയിരുന്നു. ഇപ്പോൾ 2026 ആയപ്പോൾ ഹോഴ്സാണ്. അതായത് എനർജി, കറേജ്, സ്പീഡ് എന്നിങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത്. ജപ്പാനിലെ ഷ്രൈനിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ പില്ലേഴ്സ് കാണാൻ പറ്റും. ഈ പില്ലേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രൊട്ടക്ഷനാണ്. ഈവിളിൽ നിന്ന് പ്രൊട്ടക്ഷൻ, ഒരു പ്യൂരിഫിക്കേഷൻ, എനർജി എന്നിങ്ങനെയാണ്. ഈ ഷ്രൈൻ്റെ പേര് മിയസാക്കി ഹച്ചിമാങ്കു ആണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ഹച്ചിമാൻ എന്നത് ജപ്പാനിലെ 15ാമത്തെ ചക്രവർത്തിയായ ഒജിൻ തെന്നോയുടെ ദൈവരൂപമായിട്ടാണ് ജപ്പാൻകാർ വിശ്വസിക്കുന്നത്. അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് ദൈവമായി ആരാധിക്കപ്പെട്ടത്.
ജപ്പാനിലെ പലയിടങ്ങളിലും ഹച്ചിമാൻ ഷ്രൈൻ കാണാനായിട്ട് സാധിക്കും. മിയാസാക്കിയിലുള്ളവര് യുദ്ധത്തിൻ്റെയും സംരക്ഷണത്തിൻ്റെയും ദൈവമായിട്ടാണ് ഹച്ചിമാനെ ആരാധിക്കുന്നത്. അവിടെ ഇവിടെ ആയിട്ട് ആളുകൾ പൈസയും ഇവിടെ വളർത്തുന്ന ഓറഞ്ചും ഒക്കെ കാഴ്ച വെക്കുന്നതായിട്ട് കാണാൻ പറ്റി. ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെയുള്ള അമ്പലവും കാവും ഒക്കെ പ്രദക്ഷിണമൊക്കെ വെക്കുന്നതാണ് ഓർമ്മ വന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ അമ്പലവും കാവും ഒക്കെ പോലെ തന്നെ തോന്നാറുണ്ട് ഇത് കാണുമ്പോൾ. വിൻ്റർ ടൈം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തണുപ്പുണ്ടായിരുന്നു, പേരിനൊരു വെയിലും. പക്ഷേ ഇവിടെ വന്നിട്ട് വലിയ തണുപ്പ് അങ്ങനെ ഫീൽ ചെയ്തില്ല. ഒത്തിരി മരങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് കാണാനൊക്കെ നല്ല രസമായിരുന്നു. ഒരു പോസിറ്റീവ് വൈബും. എല്ലാവരും പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് ഒമിക്കുജി എടുത്ത് വായിക്കുന്ന തിരക്കിലാണ്. ഭാഗ്യം എങ്ങനെ ഉണ്ടെന്ന് നോക്കുവാണ് എല്ലാവരും. പല രീതിയിലുള്ള പേപ്പറാണ് കിട്ടിയത്. 100 എണ്ണിനും 200 എണ്ണിനുമാണ് ഇവിടെ ചീട്ടുണ്ടായിരുന്നത്. 200 എണ്ണിൻ്റേത് സക്കുറയുടെ പടം ഉള്ളതാണ്. ചിലതിൽ ഫുജിയമ്മയുടെയും ഡ്രാഗൻ്റെയും ചെയിൻ പോലത്തെ ഉണ്ടായിരുന്നു. പൈസ കൂട്ടുമ്പോൾ ലക്കും കൂട്ടും.